ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ ഐലൻഡിലല്ല, വേറൊരു ഐലൻഡിലുള്ളത്. പിന്നെ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ഓരോ സ്ഥലത്തേക്കായിട്ട് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോവാണ്. അപ്പം ഞാനും ഡാൻസും കൂടിയിട്ട് ഞങ്ങൾ ഒരു ചെറിയൊരു ട്രിപ്പായിട്ട് വന്നതാ. ഐലൻഡ് ഏതാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. വഴിയെ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് പരിചയമുള്ള സ്ഥലവും ആളുകളൊക്കെയാണ്. ഞാൻ നല്ല ടയേർഡാവും, കാരണം നമ്മൾ RTL ഇറങ്ങി അപ്പം തന്നെ ഡാൻസ് ഗ്രൗണ്ടിലേക്ക് പോയി. ഇവള് നേരെ ബോട്ട് ഇറങ്ങിയാണ്ട് നേരെ ഇവിടെ വന്ന് ചായയൊക്കെ കുടിച്ച് ഇതൊന്നും വിളിക്കണ പരിപാടിയൊന്നുമില്ല. ഞങ്ങളെല്ലാവരും കൂടി, ഞാനും ചേച്ചിമാരും കൂടിയിട്ട് ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ സെറ്റാണ്. പക്ഷെ നിങ്ങളെല്ലാവരും കൂടിയിട്ട് കളിക്കാൻ പോയതല്ലേ. ഇന്ന് കുളിക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് പേരും കൂടി കാണാനുണ്ട്. ഡോക്ടറെയൊന്നും കണ്ടിട്ടില്ല വന്നിട്ട്. എന്തായാലും കുളിച്ച് സെറ്റാണ്. നല്ല ടയർഡാ കേട്ടോ. മുഖത്തിന്റെ ആ കോലം കണ്ടോ. ഡാൻസേ മതി മേക്കപ്പ് ഇട്ട്, രാത്രിയല്ലേ, പെണ്ണാണാൻ പോവാണോ? ഒരു വട്ടം കണ്ടിന്റെ ക്ഷീണം മാറിയിട്ടില്ല. അതെന്താടോ താൻ വെച്ച് വർത്താനം പറയുന്നത്? പിന്നെ നമ്മളിപ്പോ ഉള്ളത് തുരാക്കുനു എന്ന് പറഞ്ഞ ഐലൻഡില്ല, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മളന്ന് ഡ്യൂട്ടിന്റെ ഭാഗമായിട്ട് വന്ന സെയിം ഐലൻഡ്. അന്ന് നമുക്ക് ഹെൽത്ത് സെന്ററിൽ അക്കോമഡേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഇപ്പൊ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാല്, ഇവിടെ നമ്മളൊരു ചേച്ചി ഉണ്ട്. ആളെ റൂമാണിത്. ആളെ നേരെ പുറത്തേക്ക് ഇട്ടിട്ട് ആളോട് അപ്പുറത്തെ റൂമിൽ പോയി കിടക്കാൻ പറഞ്ഞ് ഒരു 2 ദിവസത്തിന് ഞങ്ങൾ ഈ റൂം കയ്യേറിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുക, എല്ലാവരും ഒന്ന് കാണുക. പിന്നെ വൃന്ദമോള് കുറേ ദിവസമായി വിളിക്കും, എന്നാ വരുന്നത്, ഡാനിഷ് അങ്കിൾ എന്നാ വരുന്നത്, ഷിബി ആൻറ്റി എന്നാ വരുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഒന്ന് വന്ന് കണ്ട് കാണണം, എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്. ചായ റെഡി ആയിട്ടുണ്ട്. ഈ ബുക്ക് ഏതാ അറിയോ? ചായ എങ്ങനെയുണ്ട്? അപ്പോൾ ഇതാണ് റൂം കേട്ടോ. ഇതിന് എത്ര റെന്റ് കൊടുക്കുന്നില്ല നമുക്ക് ചോദിച്ചു നോക്കാം. റൂം അത്യാവശ്യം വലിപ്പമുണ്ടല്ലേ? നമ്മളെ റൂമിനെക്കാട്ടിലും വലിപ്പമുണ്ടത്? വലിപ്പമുണ്ട് അല്ലേ? കട്ടിലും അതൊക്കെ വേറെ നല്ല അത്യാവശ്യം വലിപ്പമുള്ള റൂമാ. ഇങ്ങനെ റൂമും പിന്നെ ഇവിടെ എന്തല്ലേ ഇനി, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഇരിക്കാനുള്ളൊരു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു കിച്ചണും. പിന്നെ ഇതിന് എത്ര നിങ്ങൾ റെന്റ് കൊടുക്കുന്നത്? 1500 AC ഇല്ല. AC ഇല്ല. ഇപ്പൊ ഈ ഐലൻഡിൽ എത്ര കൊടുക്കുന്ന? അപ്പൊ അവര് 2500 above ആണ് മേടിക്കുന്നത്. ആണോ? 2500 3000 വരെ മേടിക്കുന്നവരുണ്ട്. 3000 വരെ. അപ്പൊ നമ്മളവിടുത്തെ വീട് നല്ലതല്ലേ 3000-ന് വിത്ത് AC-യും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ. പിന്നെ ഇലക്ട്രിസിറ്റി ബില്ലും വാട്ടർ ബില്ലും നമ്മൾ പേ ചെയ്യണം. എക്സ്ട്രാ ഇൻക്ലൂഡഡ് അല്ല. ഈ AC ഇല്ലാത്തപ്പോ എത്ര വരുന്നത് നിങ്ങൾക്ക്? AC ഇല്ലാതെ 125 130. അവിടെ എനിക്ക് AC ഉണ്ടായി 500 വരുന്നുണ്ട്. 500-550 ഒക്കെ വരുന്നുണ്ട്. ഒരു വ്യത്യാസം ഉണ്ടല്ലേ. ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. അതെ, ഇത് എന്തൊക്കെയാണ് ഫുഡ് ഒന്ന് പറഞ്ഞുതരും ഉണ്ടാക്കിയ ആൾക്കാര്? ഏതൊക്കെ? ട്യൂണ. പിന്നെ ഇതൊക്കെ ആരുണ്ടാക്കിയാണ്? ഞാൻ ഉണ്ടാക്കിയത് വാഴച്ചുണ്ട് തോരൻ. വാഴപ്പിണ്ടി അല്ലേ? ഓക്കെ ഓക്കെ മനസ്സിലായി. ഇത് തൈര്, പപ്പടം. ഇതാരുണ്ടാക്കിയാണ്? ഇതുണ്ടാക്കിയ ആള് ഇല്ലല്ല ഈ ഒന്നും ഉണ്ടായില്ല. ഈ ഇരുന്ന് തിന്നാ നോക്ക്. ശിവിയൊക്കെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുക. ഫുഡ് കഴിക്കട്ടെ. ചേച്ചി ഇവിടെ ഇരുന്ന് ഫോണിൽ കളിക്കുന്നുണ്ട്. സാരദാ ഡാൻസ് ഇതാ കുക്ക് ചെയ്യുന്നു. ഉറങ്ങുമ്പോ ഒരു ടൈ ഇട്ടിയാണ്ട കിടക്കല്. എപ്പോഴും ഇങ്ങനെ തന്നെയാണോ കേട്ടോ? ഡാൻസ് നല്ല കുക്കിങ്ങിലാണല്ലോ. കുക്കിംഗ് അല്ല, ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണുള്ളൂ. നാളേക്കൊക്കെ ഇല്ലല്ലേ? എവിടെ ചെന്നാലും ഞാൻ വേണം എന്ത് ചെയ്യാനാ? കുട്ടീന്റെ അത്ര കുക്ക് ചെയ്യുന്ന വേറെ ആരല്ലേ? അല്ല അതൊക്കെ അതിന്റെ വലിയൊരു ഭാഗ്യല്ലേ? അതിവിടെ എല്ലാവർക്കും അറിയണ കാര്യം, അങ്ങനെ വിളിച്ചു പറയണമെന്നില്ല. വൃന്ദമോൾ ഇത് അങ്കിളുടെ കുക്കിംഗ് കണ്ട് നിൽക്കുന്നുണ്ട്.
എന്തുപോലെ അങ്കിളിനെ ഹെൽപ്പ് ചെയ്യാ. കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് കണ്ണില്. നാളെ ഇവിടുന്ന് കേട്ടോ ഫുഡ് ഉണ്ടാക്കാനൊക്കെ പ്ലാന്. ബീഫും ചിക്കനും എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറെ മെമ്പേഴ്സ് ഇരുന്ന് പറയുന്നുണ്ട്. എന്താണ് ശരി ശരി. അത് വേണ്ട, ഞങ്ങള് മൂന്നാള് ടീം. വൃന്ദമോളും കൂട്ടിക്കോ. അല്ല ഞങ്ങള് അല്ല ഗേൾസ് ബോയ്സ്. അല്ല വൃന്ദമോളും കൂട്ടിക്കോ. അപ്പൊ 4-4 4-4 അല്ലേ? അത് മതി. ഞങ്ങൾക്ക് ഇത് വേണ്ട. ഇനി എന്താണ് മോഷണം, വീണ്ടും മോഷണം. ഷിബിക്ക് പിന്നെ എവിടെ ചെന്നാലും മോഷ്ടിക്കാൻ ഓരോ പാർട്ട്നേഴ്സിനെ കിട്ടും. എടി എനിക്കും താടി നല്ലതാണോ? മധുരണ്ടടി. മോഷ്ടിച്ചോ? പ്രശ്നമൊന്നുമില്ല. ഇനി ഉണ്ടോ നോക്കിയോ? പഠിക്കാൻ പറഞ്ഞോ? ഒരു ദിവസം ചോദിച്ചിട്ട് ഇപ്പൊ എത്ര പറിച്ച്? ഇതെന്താ ചേച്ചി? ഇതെന്താ ഈന്തപ്പഴാണോ? ഇതെന്താ ചേച്ചി? അടക്കയാണോ? എന്തടക്ക? എന്ത് കവുങ്ങാണോ അത് ഇത്ര വണ്ണത്തില്? നമ്മളടക്കല്ലോ. ആ അടക്ക എങ്ങനത്തെയാണോ? നടക്ക് അവര് നടന്ന അവിടെ എത്തി. ബീച്ചിൽ പോയിരിക്കാം കുറച്ചു നേരം. അടക്കാപ്പഴം എന്നാ പറയാ. മലപ്പുറത്ത് അടക്കാപ്പഴം എന്നാ പറയാ. കോയാക്കെ ഇയാളെ നല്ല സൗണ്ട് ഇതടിക്കുന്ന, വേവ്സ് അടിക്കുന്ന. നല്ല അല്ലടാ, സാധാരണ ഇങ്ങോട്ട് വേവ്സ് വരാറില്ല. അങ്ങോട്ട് നോക്കി നോക്ക്. അവിടെ കണ്ടോ? ആ ചാടാൻ തോന്നുന്നു. ചാടിക്കോ. ഒന്ന് നല്ല റഫാണ് സീ. ഇന്ന് കറക്റ്റ് ടൈമാണ്. പിന്നെ കേരളുണ്ടാവൂല. എവിടെ ഷിബി? അന്റെ ചെരുപ്പ് കളഞ്ഞു. എന്റെ ചെരുപ്പ് എവിടെ? സോറി എന്നൊക്കെ ചെരുപ്പ് കളഞ്ഞിട്ട്. ഇതാ അവളെ കാലുമുണ്ടായിരുന്ന ഒരു ചെരുപ്പ് പോയി. അത് പോയി ഇങ്ങോട്ട് പോര്. അതിന്റെ അമ്മ എനിക്ക് മേടിച്ചന്ന ചെരുപ്പാണ്. ഒരു മനുഷ്യൻ പറ്റിക്കണെന്ന് അറിയാൻ പറ്റൂല പറഞ്ഞാല്. ശങ്കരല്ല ഇജ ഒളിപ്പിച്ച് വെച്ചാണ് അറിയാം. എല്ലാവർക്കും മനസ്സിലായി. ഇത് അങ്ങോട്ട് പോവാതിരിക്കാൻ കെട്ടിട്ട് ചേച്ചി. ഏത്? അതാ പോട്ട്. ആ എടോ അവിടെ അവിടെ വേവ് അടിക്കും നോക്ക്. എന്തെങ്ങനെ? ബ്ലോഗ് എടുക്കണ കാരണേ പെൺകുട്ടികളെ ഇരിക്കണ കണ്ടിട്ടില്ല. അവിടെ ഇരിക്കണ്ടല്ലേ? വിളിക്ക അതൊന്നുമില്ല. എന്ത് കഷ്ടാണ്. ദയവ് ചെയ്ത് ഷിബിയാൻറ്റി ഡാനിഷ് അങ്കിൾ എന്ന് വിളിക്കരുത്. ഷിബിയാൻറ്റി എന്ന് വേണമെങ്കിൽ വിളിച്ചോ. ഇതെന്ത് കഷ്ടത്. എടാ എനിക്കധികം ഏജ് ഒന്നും ആയിട്ടില്ലടാ. ഇപ്പൊ ഈ ഡിസംബർക്ക് 24 കണ്ടിട്ട് 24 കൂടെ 10 കൂടി കൂട്ടി. ഇത് അവളുടെ അഭിനയാണെങ്കിൽ അവൾക്ക് ഒരു ഓസ്കാർ കൊടുക്കണം. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മളന്ന് ഇരുന്നിരുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ? നല്ല നല്ല സീനാണ് കേട്ടോ.
മാലയൊക്കെ മഴയാണ്, ക്യാപിറ്റലില് മഴയാണ്. ഇതാ ഇത് വരെ വെള്ളത്തിനുണ്ട്. ഇവിടെ വെള്ളം അനങ്ങാതെ കിടക്കുന്ന സ്ഥലമാണ്. ഇത് കണ്ടോ, ഹോറബുഷിയില് എല്ലാ കൊല്ലം വെള്ളം കയറും. പക്ഷെ ഇത് ചെറിയ ഐലൻഡാ, അത് പെട്ടെന്നുണ്ട് മുങ്ങാന്. ഐലൻഡോ ഹോറബുഷി കൊല്ലം കയറും. സുനാമി ടൈമിലോ? ഇതാകെ സീനാട്ടോ. ഒരു വാഴപ്പിണ്ടി കൂട്ടിക്കെട്ടി പോയാലേ നമുക്ക് ബോട്ടൊന്നും ഇനി പോലോന്നില്ല. അന്താക്ഷരി കളിക്കാണോ? നമ്മള് 4 പേരും അവര് 4 പേരും. സുഖമുള്ള നോവ് ഡാൻസ് പാടുന്നില്ല കേട്ടോ. ചേച്ചി ഡാൻസ് പൗള് കളിക്കുന്നു, മിണ്ടായിരിക്കണോക്ക്. ഡാൻസ് പാടും. നഗുമോ എന്താ ശിവി എന്തിനൊക്കെ അറിയണേ? ശിവി എന്തിനൊക്കെ അറിയുന്നേ? ഇത് അന്താശ്ശേരിയല്ല, ഇത് പുതിയ പാട്ടിനെ നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. നോക്കിക്കൊണ്ടിരിക്കുന്നത് നാറിയല്ല ശിവി, നാരിനാണ്. നാറിയത്രേ. ഒളിച്ചിക്കാന്ന് മനസ്സിലാക്കണം, പക്ഷെ എവിടെയെന്ന് അറിയില്ല. ഫോണ് സൈലന്റ് ആയിക്കോ. 2 നിന്ന് തിരയണം അവിടെ. ചേച്ചി ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട്. വൃന്ദ അങ്ങോട്ട് മാറിക്ക്. ശിവി മീനൊക്കെ നോക്കിക്കൊണ്ട് ഇല്ലല്ല, അവര് കണ്ടിട്ടില്ല. ചിരിക്കുന്നൊക്കെ ഉണ്ട്. നമ്മളവിടെ വെച്ചിട്ട് പോവാണ്. അവിടെ എത്തട്ടെ. ഹോസ്പിറ്റലിലെ ഹെൽത്തിന്റെ HSCന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. നിങ്ങളെ കുറെ നേരത്തെ കാണാത്തോണ്ടല്ലേ ഞങ്ങൾ ഇതിലൂടെ ഉറങ്ങിയത്. നിങ്ങൾ പാർക്കിന്റെ മുന്നിൽ ചെരുപ്പിട്ടിട്ടില്ലേ? എന്നാ പോവാളാ. ഇങ്ങോട്ട് കഫേക്ക് വരാൻ പറ. കഫേക്ക് വാ, ഞങ്ങൾ കഫേന്റെ അവിടെ ഉണ്ട്. വാ, നോർത്ത് ചോള. ഞാൻ പോയി മേടിക്കല്ല, മേടിച്ചു വരാം. ഇങ്ങളൊന്നും കണ്ടിട്ടില്ല, വെറുതെ തള്ളല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ട് 2 റൗണ്ട് അവിടെ ഇവിടെ നടന്നിക്കണ്. ആരും കണ്ടിട്ടില്ല. അവൾക്ക് നടക്കാൻ വയ്യായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടി തപ്പിയല്ലേ. അവള് ചെരുപ്പില്ല, അവൾക്ക് നടക്കാൻ പറ്റുന്നില്ല.